ഡ്രസ്സ് കിട്ടത്തുള്ളൂ. ഇന്നെന്നും നമ്മൾ പുതിയ ഡ്രസ്സ് ധരിക്കുകയാണ്. അപ്പൊ അതിന് പ്രത്യേകതയൊന്നും കാണുന്നില്ല. അതേപോലെ നമ്മളൊന്ന് ദേശീയനില വെട്ടിക്കൊണ്ടിട്ട് എല്ലാവരും ചേർന്ന് ഓണം എണ്ണുമ്പോ ഇന്ന് നമ്മൾ എന്നും എങ്ങനെയാ ഉണ്ണുന്നത്? എന്നും ഓണം ഉണ്ണുന്നുണ്ടല്ലോ, എല്ലാവരും എന്നും ഓണം ഉണ്ണുന്നുണ്ട്, സദ്യ ഉണ്ണുന്നുണ്ട്. അപ്പം ദേശീയനിലയ്ക്ക് പകരം പ്ലാസ്റ്റിക് ഇലകൾ അത് കൈക്കലാക്കി. കാര്യം അതിലേക്ക് പോയി. പിന്നെ ഏത് തരത്തിലുള്ള ഓണസദ്യയും നമുക്ക് വീട്ടിലെത്തുന്ന ഒരു രീതിയിലേക്ക് മാറി. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു കൂട്ടായ്മ എവിടെ എന്ന് നമുക്കൊരു ചോദ്യം വരും. കൃഷി എവിടെ, നല്ല പച്ചക്കറി എവിടെ, നല്ല കൃഷി സാധനങ്ങൾ എവിടെ, നല്ല കൂട്ടായ്മ എവിടെ, നല്ല സ്നേഹം കരുതലൊക്കെ എവിടെ എന്നുള്ളത് ചോദ്യം വരും. അപ്പം എന്നാലും ഇന്നും ഒത്തുചേരാനുള്ള ഒരു അവസരമായിട്ട് നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കുന്നു. കളികൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ കളികളൊക്കെ പഴയ കളികളൊക്കെ ഞങ്ങളൊക്കെ ഉള്ള കൊച്ചിലെ എന്തെല്ലാം തരത്തിലുള്ള ഓണക്കളികൾ കളിക്കുമായിരുന്നു. പക്ഷെ അതൊന്നും ഇന്ന് എല്ലാ സ്റ്റേജുകളിൽ മാത്രമുണ്ട്. ഇതുപോലുള്ള ഓഡിറ്റോറിയങ്ങളിലും വലിയ വലിയ അങ്ങനെയുള്ളൊരു ആഘോഷമായിട്ടാണ് എല്ലായിടത്തും ഇതുപോലെ. കാര്യം ഒരു പണത്തിന്റെ പ്രഭാവം ആഘോഷമാക്കി മാറ്റാനുള്ള ഒരു ഓരോന്നും ആഘോഷങ്ങളാക്കുന്നത് അവര് പബ്ലിസിറ്റി അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് എല്ലാവരും. നമ്മൾ ഇന്ന് നിങ്ങൾ ഇവിടെ എല്ലാ വർഷവും നമ്മള് വർഷങ്ങളായിട്ട് ഞാൻ വീട് വെച്ച് നൽകിയ എന്റെ കുടുംബം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒരിക്കൽ ഒരു പക്ഷേ എന്നെ നിങ്ങളുടെ കുടുംബമായിട്ട് കരുതുന്നില്ലായിരിക്കാം, അതെനിക്കറിയത്തില്ല, അതെന്റെ പാട്ടല്ല. പക്ഷെ ഞാൻ നിങ്ങളെ എല്ലാവരെയും എന്റെ ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ് ഞാൻ അന്ന് ഇന്നും സ്നേഹിക്കുന്നതും കരുതുന്നതും. എന്റെ ജീവിതം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചതും അതിനുവേണ്ടിയാണ്. അപ്പോ നിങ്ങളിലേക്ക് ഞാൻ പകർന്നു നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ കരുതാൻ ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് അവർക്ക് നല്ല മാർഗങ്ങൾ, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും സമാധാനത്തിന്റെയും ഒരു നല്ല തലമുറ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണം എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ.